ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ അവർകൾ, പ്രശസ്ത സംഗീതജ്ഞ ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ, മറ്റു വിശിഷ്ട അതിഥികളായ മിസ്റ്റർ പ്രിൻസ് നടരാജൻ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ, ഡോക്ടർ KS മേനോൻ, ബഹ്റിനിലെ പ്രമുഖ വ്യവസായ പ്രമുഖനും വിദ്യാഭ്യാസ വിദഗ്ധനും ഒരു മികച്ച സാമൂഹിക പ്രവർത്തകനുമാണ് അദ്ദേഹം. ജനറൽ സെക്രട്ടറി മിസ്റ്റർ സന്തോഷ്, സാഹിത്യ വിഭാഗം സെക്രട്ടറി മിസ്റ്റർ മനു മോഹൻ, ജോയിന്റ് കൺവീനർ മിസ്റ്റർ സതീഷ്, മറ്റ് കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ സീനിയർ അംഗങ്ങളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങൾ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തവണ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. ഞാൻ കഴിഞ്ഞ തവണ മന്നം ബാലകലോത്സവം മന്ദാരപ്പൂക്കളുടെ ഫിനാലെ വേദിയിൽ പറയുകയുണ്ടായി, ഭാരതത്തിൻ്റെ ഭാവി നമ്മുടെ വരും തലമുറയുടെ കയ്യിലാണ്, നമ്മുടെ കുട്ടികളുടെ കയ്യിലാണ്. ഭാരതത്തിൻ്റെ ഭാവി എന്ന് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ തന്നെ വരുംകാല വളർച്ച നമ്മളുടെ കുട്ടികളുടെ കയ്യിലാണ്. അത് ഏത് തലത്തിലുള്ള വളർച്ചയായാലും, കലാ സാഹിത്യ വളർച്ചയായാലും, സാമൂഹിക സാംസ്കാരിക വളർച്ചയായാലും, ശാസ്ത്ര സാങ്കേതിക വ്യവഹാര വ്യാപാര ഏത് തരത്തിലുള്ള പുരോഗതിയായാലും അതെല്ലാം നമ്മുടെ കുട്ടികളെ കേന്ദ്രീകരിച്ചായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാംസ്കാരിക ആഘോഷങ്ങളുടെ മൂല്യങ്ങളും പ്രാധാന്യവും അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്, അവരിലേക്ക് പകർന്ന് കൊടുക്കേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയുള്ള, സാംസ്കാരിക പ്രതിബദ്ധതയുള്ള ഏതൊരു അസോസിയേഷൻ്റെയും അടിസ്ഥാന ഉത്തരവാദിത്വമാണ്. ആ സാംസ്കാരിക ഉത്തരവാദിത്വത്തിൻ്റെ കൊണ്ട് മാത്രമാണ് കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ അത് നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അതിവിപുലമായ പരിപാടികളോടെ ശാക്തേയം 2018 എന്ന പേരിൽ നവരാത്രി ആഘോഷങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വരുമ്പോൾ ആദ്യം എഴുത്തിനിരുത്താൻ ആരെ കൊണ്ടുവരും, ആദ്യാക്ഷരം കുറിക്കാൻ ആരെ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ചോദ്യം. കമ്മിറ്റിയുടെ മുന്നിൽ വേറൊരു ഒട്ടനവധി വ്യക്തികളുണ്ടെങ്കിലും കഴിഞ്ഞ തവണ ഗായകൻ വേണുഗോപാലാണ് വന്നത്. ഒട്ടനവധി വ്യക്തികളുണ്ടെങ്കിലും ഇത്തവണ ഏകകണ്ഠേന തീരുമാനിച്ചത് വിരൽത്തുമ്പിൽ അക്ഷരങ്ങളുടെ അക്ഷയപാത്രം ഒളിപ്പിച്ചു വെച്ച ശ്രീ OS ഉണ്ണികൃഷ്ണനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അദ്ദേഹം 30-ൽ പരം ആൽബങ്ങളിൽ ഗാനം രചിച്ചിട്ടുണ്ട്, കുറെ സിനിമകളിൽ ഗാനം എഴുതിയിട്ടുണ്ട്. 2014 ലസാഗു എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്ക് ഏറ്റവും നല്ല ഗാന രചയിതാവിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു അനുഗ്രഹീത കലാകാരനാണ്. അദ്ദേഹത്തെയാണ് ഇത്തവണ എഴുത്തിനിരുത്തിനായി നമ്മുടെ കൊച്ചു കുരുന്നുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനായി നമ്മൾ കൊണ്ടുവരുന്നത്. പ്രശസ്ത മാധ്യമപ്രവർത്തകനും ചിത്രകാരനുമായ VR സത്യദേവന്റെ നേതൃത്വത്തിൽ ചിത്രാരംഭം നടക്കുന്നതായിരിക്കും. ഈ പരിപാടികളെ പറ്റി ചെറിയൊരു ലഘു ആയിട്ട് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നവരാത്രി ആഘോഷങ്ങൾ എടുത്താൽ ശ്രീ സന്തോഷ് പറഞ്ഞതുപോലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ടപ്പാങ്കൂത്ത് പരിപാടികളല്ല ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടും നമ്മുടെ കൾച്ചറായി റിലേറ്റഡായ കാര്യങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം, ഇന്ന് പരിപാടി തുടങ്ങി, ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് അതിഥികളായി കിട്ടിയത് സംഗീത അധ്യാപികയായ ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോനും അവരുടെ ജീവിത പങ്കാളിയായ പ്രമുഖ സാഹിത്യകാരനായ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനായ
അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോനുമാണ്. അതിന് അവസരമൊരുക്കിയത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ബഹറിലെ പ്രമുഖ വ്യവസായിയായ ഡോക്ടർ KS മേനോനാണ്. അദ്ദേഹത്തിനോടുള്ള സന്തോഷവും ആദരവും അകൈതവമായ നന്ദിയും ഇത്തരുണത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോനെയും അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോനെയും ആദരിക്കുന്ന ഒരു ചടങ്ങുള്ളതുകൊണ്ട് അവരെപ്പറ്റി രണ്ടു വാക്ക് പറഞ്ഞേ മതിയാവും. അവരെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്രയോ മണിക്കൂറുകൾ സംസാരിക്കാം. ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ അവർ രാജ കുടുംബത്തിലാണ് ജനിച്ചത്. സംഗീതം സിരകളിൽ ഓടുന്ന കുടുംബം. അമ്മ സംഗീതജ്ഞ, അമ്മൂമ്മ സംഗീതജ്ഞ, സഹോദരൻ അറിയപ്പെടുന്ന ഗായകൻ. ഒട്ടും അതിശയോക്തിയില്ലാതെ തന്നെ പറയാം, സപ്തസ്വരങ്ങളിൽ സംഗീത വിസ്മയം തീർത്ത, കർണാടക സംഗീതത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടിയ അതുല്യ പ്രതിഭയാണ് ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ. അവർ 6 വയസ്സ് തൊട്ട് അമ്മയുടെ കീഴിൽ സംഗീതം പഠിച്ചു. അതിനുശേഷം ചെമ്പൈ ഭാഗവതരുടെ ശിഷ്യനായ PR സുബ്രഹ്മണ്യനിൽ നിന്ന് ഗുരുകുല രീതിയിൽ സംഗീതം അഭ്യസിച്ചു. ഗുരുകുല രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു അവർ രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന്, വീട്ടിൽ വന്ന് സംഗീതം പഠിപ്പിക്കുന്ന രീതി. ശേഷം മുസരി സുബ്രഹ്മണ്യയ്യരിൽ നിന്നും തിരുപ്പാമ്പരം സ്വാമിനാഥപിള്ളയിൽ നിന്നും സംഗീതാഭ്യാസം നടത്തി. തുടർന്ന് മദ്രാസിലെ പ്രശസ്ത സംഗീത കോളേജായ അടയാർ സംഗീത കോളേജിൽ നിന്ന് സംഗീത വിദ്വാൻ പട്ടം കരസ്ഥമാക്കി. അതിനുശേഷം ഒട്ടനവധി പ്രശസ്ത വിദ്യാലയങ്ങളിൽ വരും തലമുറയ്ക്ക് വർഷങ്ങളോളം, സംവത്സരങ്ങളോളം കർണാടക സംഗീതം, കലാമണ്ഡലം അടക്കമുള്ള വിദ്യാലയങ്ങളിൽ കർണാടക സംഗീതം പകർന്നു നൽകി. ചെമ്പൈ ഭാഗവതരുടെ, വൈദ്യനാഥ് ഭാഗവതരുടെ കയ്യിൽ നിന്ന് ഗാന കല്ലോലിനി പട്ടം നേടുകയുണ്ടായി. ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ പ്രസിഡന്റിന്റെ ആദരവ് തുടങ്ങി കേരള സംഗീത നാടക അക്കാദമി അവാർഡുകളടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ്. അവരുടെ ആ കർണാടക സംഗീതത്തിലുള്ള പ്രാഗൽഭ്യം കൊണ്ട് ഒട്ടനവധി നിറഞ്ഞ സദസ്സുകളിൽ അവർ ആ മാസ്മരിക സംഗീതം കൊണ്ട് ആസ്വാദകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മുജന്മ സുഹൃതം കൊണ്ടായിരിക്കാം ഡോക്ടർ KS മേനോൻ അവരെ കൊണ്ടുവരികയും ഈ അവസരത്തിൽ നമുക്ക് അവരുടെ സംഗീത കച്ചേരി കേൾക്കാൻ ഒരവസരം കിട്ടുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യ അതിഥി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അഡ്വക്കേറ്റ് PT നരേന്ദ്ര മേനോനാണ്. അദ്ദേഹം ഒരു പ്രമുഖ സാഹിത്യകാരനാണ്. അറിയപ്പെടുന്ന, ഒറ്റപ്പാലത്തുകാർക്കെല്ലാം അറിയാം, ഒരു പ്രമുഖ കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും വളരെ ഒരു ഉജ്ജ്വല പ്രഭാഷകനാണ് അദ്ദേഹം. ഒരു നല്ല വാഗ്മിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു നല്ല പോയറ്റാണ്. അദ്ദേഹത്തിന്റെ പോയങ്ങളൊന്നും അധികം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ലേഖനങ്ങളുടെ ഒരു രീതി നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പല കാര്യങ്ങളും വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയും എഴുതാമല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ചില കോണ്ടസ്റ്റുകളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയും ഒരു പദം ഉണ്ടായിരുന്നുവല്ലേ, ലളിതമായ പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതെങ്കിലും ആ പദപ്രയോഗ രീതി എന്തുകൊണ്ടും അത് വായിച്ചു നോക്കുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും മലയാള ഭാഷ ഉപയോഗിക്കാമല്ലോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു സൃഷ്ടി രീതിയാണ് അദ്ദേഹം പിന്തുടർന്നു പോകുന്നത്. തികച്ചും അഭിനന്ദനീയമാണ്. തികച്ചും നമ്മളെല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അതുപോലെ തന്നെ അദ്ദേഹം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രമുഖ എഴുത്തുകാരാണ്, ജേർണലിസ്റ്റാണ്. പല പ്രമുഖ ഇംഗ്ലീഷ് പത്രങ്ങളിലും അറിയപ്പെടുന്ന പല ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. CSN ട്രസ്റ്റിന്റെ ചെയർമാനാണ് അദ്ദേഹം. ഒറ്റപ്പാലത്തെ ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ് അദ്ദേഹം. അങ്ങനെ ഒട്ടനവധി രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഏത് രീതിയിലാണെച്ചാലും നമുക്കുണ്ടാവുന്ന പല സംശയങ്ങൾക്കും അദ്ദേഹത്തെ
നമുക്ക് സമീപിക്കാം. അതിന് വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം മറുപടി പറയുമെന്ന് അദ്ദേഹത്തെ നേരിട്ടിട്ട് ഞാൻ ഇന്നാണ് ഇവിടെ വെച്ച് കാണുന്നതെങ്കിലും എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്നും അത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശ്രീമതി സുകുമാരി നരേന്ദ്ര മേനോനെയും അഡ്വക്കേറ്റ് പി ടി നരേന്ദ്ര മേനോനെയും ഇന്ന് അതിഥികളായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് ടു ബോത്ത് ഓഫ് യു ഫോർ ഗ്രേസിംഗ് ദിസ് ഒക്കേഷൻ വിത്ത് യുവർ എസ്റ്റീംഡ് പ്രസൻസ്. അടുത്ത ഒരു കളമെഴുത്തുപാട്ട് കൂടിയുണ്ട്. 10 ദിവസത്തെ നീണ്ടുനിന്ന പരിപാടികളാണ്. 18-ാം തീയതിയാണ് കളമെഴുത്തുപാട്ട്. കളമെഴുത്തുപാട്ട് കേരളത്തിലെ അനുഷ്ഠാന കലയായ ഒന്നാണ്. അതാദ്യമായി ബഹ്റിനിൽ കൊണ്ടുവരുന്നത് കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷനാണ്. എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാം. ഈ മനുഷ്യർ ഉണ്ടായ കാലം മുതൽ കാവുകളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് അവനവന് ഇഷ്ടപ്പെട്ട ദേവതകളെ, ദേവീ ദേവന്മാരെ പഞ്ചവർണ്ണ പൊടി കൊണ്ട് മൂർത്തി വരച്ച് ഭജിക്കുന്നൊരു രീതി, തികച്ചും അനുഷ്ഠാന രീതിയോടുകൂടി ദിനചര്യകളോടുകൂടി ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം. കളമെഴുത്തുപാട്ട് എൻ്റെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ചെറിയ വല്ല അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ചെറിയ കളമെഴുത്ത് കാണുക എന്നല്ലാതെ ഒരിക്കലും ഒരു വലിയ ഫുൾ ഫ്ലഡ്ജായിട്ടുള്ള ഒരു കളമെഴുത്തുപാട്ട് കാണാനുള്ള ഒരവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ തലമുറയിലുള്ളവരുടെ കാര്യം അതാണെങ്കിൽ തീർച്ചയായും ഇന്ന് ഇവിടെ ബഹ്റിനിലുള്ള കുട്ടികൾക്ക് ഇതെന്താ എന്ന് പോലും അറിയുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വരണം, ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊരു പ്രത്യേക കല കൂടിയാണ്, ഒരു ദിവ്യമായ ചടങ്ങാണ്. കഴിഞ്ഞ ഉദ്ഘാടന വേദിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ കളമെഴുത്തുപാട്ട് പോലെയുള്ള അനുഷ്ഠാനങ്ങൾ നമ്മൾ നടത്തണം എന്ന് വിചാരിച്ചാൽ പോലും അത് നടത്താൻ കഴിയില്ല. അതിനൊരു യോഗം വേണം, അതിനൊരു ഭാഗ്യം വേണം. അത് ഈ കമ്മിറ്റിക്ക് ഉണ്ടായി എന്നുള്ളത് സന്തോഷമായി കരുതുന്നു. അത് തുടർന്നുള്ള NSSന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഈ കളമെഴുത്തുപാട്ട് പണ്ട് നമ്മുടെ പൂർവികർ ആചരിച്ചു വന്നിരുന്നത് ദോഷനിവാരണത്തിന്, ഐശ്വര്യവർദ്ധനവിന്, കാര്യവിജയത്തിന്, വിദ്യാവിജയത്തിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു ഇത് നമ്മൾ ആചരിച്ച് ഈ ആചാരാനുഷ്ഠാനം നമ്മൾ നടത്തിയിരുന്നത്. അപ്പൊ എന്തുകൊണ്ടും അതൊരു നല്ല കാര്യമാണ്. മാത്രമല്ല കളമെഴുത്തു പാരമ്പര്യത്തിലെ പ്രശസ്ത കലാകാരനായ കല്ലാറ്റു മണികണ്ഠനും സംഘവുമാണ് ഈ കളമെഴുത്തു പരിപാടിക്കായി വന്നു ചേരുന്നത്. അവർ 17-ാം തീയതി എത്തും. ഇന്ത്യൻ സ്കൂളിൽ വെച്ചിട്ടാണ് ആ കളമെഴുത്ത് നടക്കാൻ പോകുന്നത്. അതിന് അവസരം തന്ന, അതിനെല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന പ്രിൻസ് നടരാജനോടുള്ള സ്നേഹവും സന്തോഷവും ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വൈകിട്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്നു, എൻ്റെ സുഹൃത്തായ അമ്പിളിക്കുട്ടേട്ടൻ കുറച്ച് വൈകിട്ടേ എത്തുള്ളൂ, വേറൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം IAPA ചെയർമാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ സഹായ സഹകരണവും ഈ ജയകുമാർ എന്ന് പറയുന്ന പ്രശസ്ത വയലിനിസ്റ്റ്, ഇവിടെ ഏറ്റവും വലിയ ഏത് സംഗീതജ്ഞർ വന്നു കഴിഞ്ഞാലും അവർക്കെല്ലാം ജയകുമാർ ഉണ്ടെന്ന് കേട്ടാൽ വലിയൊരു സംതൃപ്തിയാണ്, മറ്റെല്ലാ കലാകാരന്മാരെ പോലെ തന്നെ. അങ്ങനെയുള്ള ജയകുമാറിനെ ഏത് പരിപാടിക്കും അദ്ദേഹം കേരള സോഷ്യൽ കൾച്ചർ അസോസിയേഷൻ ചോദിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി വിട്ടുതരാറുണ്ട്. അതിന് അങ്ങയോടുള്ള നന്ദിയും സന്തോഷവും സ്നേഹവും ഇത്തരണത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഇനി സംഗീത കച്ചേരിയുണ്ട്, പിന്നെ കുട്ടികളുടെ നൃത്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഇന്ന് കിട്ടിയ ഈ മഹാഭാഗ്യത്തിന് ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട എല്ലാവർക്കും, സാഹിത്യവകുപ്പ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, പിന്നെ മറ്റ് എല്ലാ അംഗങ്ങൾക്കും, ഇതിന്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇതിന്റെ കൺവീനർ സുഭാഷ്, അദ്ദേഹം ഇന്നിവിടെയില്ല, ജോയിന്റ് കൺവീനർ സതീഷ്, മറ്റ് എല്ലാ ആളുകൾക്കും, ഇന്നത്തെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ശശി, എല്ലാവരോടുമുള്ള ലേഡീസ് വിംഗ് കൺവീനർ ഷിജ ജയൻ, എല്ലാവരും കളമെഴുത്തുപാട്ടിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന ശ്രീമതി രജനി ശ്രീഹരി, എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും, എല്ലാ അംഗങ്ങളോടുള്ള സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.